നമ്മളൊരു പ്രേക്ഷകൻ പങ്കുവെച്ച പോസ്റ്റിലേക്കാണ് പോകുന്നത്. അത് വായിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ അഭിപ്രായം പങ്കുവെക്കാം. ഇന്നലെ നൈറ്റ് ബെഡ്റൂമിലിരുന്ന് സിജോ, ഗബ്രി, അപ്സര ഒരു സംവാദം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഗബ്രി സിജോയോടും അപ്സരയോടും ടാസ്കിനിടെ നടന്ന സംഭവങ്ങൾ സത്യസന്ധമായി വിവരിക്കുകയുണ്ടായി. ജിൻഡോയെ മാത്രം ടാർഗറ്റ് ചെയ്യാനായിരുന്നു ഞാൻ തീരുമാനിച്ചത്. കാരണം അയാള് ഫിസിക്കലി സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ അയാളെ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്താൻ ഞാൻ തീരുമാനിച്ചു. സോ ഞാനാണ് ആദ്യമേ അയാളുടെ ദേഹത്ത് പിടിച്ചത്. പക്ഷെ അയാൾ അത് മുതലെടുത്ത് എന്നെ വട്ടം ഒരു പിടുത്തമായിരുന്നു. ഞാൻ കൈകൊണ്ട് അയാളുടെ നെഞ്ചിൽ പുഷ് ചെയ്ത് മാറ്റാൻ നോക്കിയതും അയാൾ എന്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. ഏകദേശം 90 കിലോയോളം ഭാരമുണ്ടാകും അയാൾക്ക്. പിടുത്തം വിടാതെ അയാള് എന്നെ അമക്കി പിടിച്ചപ്പോൾ എനിക്ക് ശ്വാസം കിട്ടാതെ വന്നു. പിന്നെ അയാൾ തന്നെ എനിക്ക് പഠിപ്പിച്ചു തന്ന ഡിഫറൻസ് ഞാൻ അയാൾക്കെതിരെ പ്രയോഗിച്ചു. ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിൽ എതിരാളിയുടെ മുടി പിടിച്ച് വലിക്കുക എന്ന തന്ത്രം. പക്ഷെ അങ്ങേർക്ക് മുടി കുറവായത് കാരണം അവിടെയും ഞാൻ പരാജയപ്പെട്ടു. ഇത് ഗബ്രി പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിന്റെ ഒരു അൺകട്ട് വീഡിയോ ഏഷ്യനെറ്റ് പങ്കുവെച്ചിട്ടുണ്ട് അവരുടെ ചാനൽ, അതിൽ നിങ്ങൾക്ക് കിട്ടും. ഗബ്രി എന്തൊരു മനുഷ്യനാണ്. ഗബ്രിയെ കുറിച്ച് പറഞ്ഞ് കുറ്റം പറഞ്ഞ് മടുത്തു എന്ന് വേണം പറയാൻ. ഈ 46 ദിവസവും നമ്മൾ ഇത്രയും മോശം പറഞ്ഞ വേറൊരു കണ്ടസ്റ്റന്റ് ഉണ്ടാകത്തില്ല. ഒരു മനുഷ്യനായാലും മിനിമം ഒരു എത്തിക്സ് ഒക്കെ വേണ്ടേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, മര്യാദ, പരിഗണന, സഹജീവികളോടൊരു പരിഗണന, ഇതൊക്കെ ഉണ്ടോ ഗബ്രിക്ക്? അല്ല, ജാസ്മിനോട് ഗബ്രി കാണിച്ചു കൂട്ടുന്നൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്നലെ. പക്ഷെ ആ ഒരു ഫ്രസ്ട്രേഷൻ ആണോ, എന്തിന്റെ ഫ്രസ്ട്രേഷന്റെ പുറത്താണ് ഈ ജിൻഡോയോട് ഇവൻ തീർക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യമായിട്ട് ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. കാരണം അമ്മാതിരി ഒരു മനുഷ്യത്വമില്ലാത്തൊരു ആളാണ് ഗബ്രി. ഒരു നാർസിസിസ്റ്റ് എന്ന് നിസ്സംശയം വിളിക്കാം.